പുരാവസ്തു തട്ടിപ്പു കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലെ മോഷണം മറ്റൊരു തട്ടിപ്പെന്ന സംശയത്തിൽ പോലീസ്. വാടക വീട് ഒഴിയുന്നത് നീട്ടാനുള്ള തന്ത്രമെന്ന സംശയമാണ് പോലീസ് ഉന്നയിക്കുന്നത്. മാർച്ചിൽ വീട് ഒഴിയണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞിരുന്നില്ല. 20 കോടിയുടെ വസ്തുക്കൾ വീട്ടിൽ നിന്ന് മോഷണം പോയി എന്നാണ് മോൻസന്റെ പരാതി. കഴിഞ്ഞ വർഷവും മോൻസൺ മോഷണ പരാതി നൽകിയിരുന്നു. പോലീസ് കേസെടുത്തെങ്കിലും പരാതി വ്യാജമാണെന്നായിരുന്നു തുടർന്നുള്ള കണ്ടെത്തൽ. ഇത്തവണയും വാടക വീട് ഒഴിയാതിരിക്കാനുള്ള തന്ത്രമാണ് ഇതിന് പിന്നിലെന്നാണ് കരുതുന്നത്. വാടകയ്ക്കെടുത്ത വീട് ഒഴിയാതിരിക്കാൻ മോൻസൺ നടത്തിയ നീക്കമാണിതെന്ന് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നു. വീട്ടിൽ സൂക്ഷിച്ച സാധനങ്ങൾ തിട്ടപ്പെടുത്തുന്നതിനായി കോടതിയുടെ അനുമതിയോടെ പരോളിൽ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി മോൻസൺ ആരോപിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത്. പിറകുവശത്തെ വാതിലും CCTVയും ഉൾപ്പെടെ തകർക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇതോടെ വീട്ടിലെ പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയെന്ന മോൻസന്റെ പരാതിയിൽ പോലീസ് എത്തി പരിശോധന നടത്തി. ഏകദേശം 20 കോടിയോളം രൂപ വിലയുള്ള സാധനങ്ങൾ മോഷണം പോയതായി മോൻസൺ ആരോപിച്ചു. എന്നാൽ 2 ആഴ്ച മുൻപ് മോൻസന്റെ അഭിഭാഷകൻ വീട്ടിൽ നേരിട്ടെത്തി സാധനങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ ഇത്തരത്തിൽ സാധനങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി ഉണ്ടായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ ദിവസം മോൻസൺ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി പറഞ്ഞത്. കഴിഞ്ഞ വർഷം മാർച്ചിലും ഏതാനും സാധനങ്ങൾ ഈ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് മോൻസൺ പരാതി നൽകുകയും ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ സാധനങ്ങൾ നഷ്ടമായി എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. മോൻസന്റെയും വീട്ടുടമസ്ഥന്റെയും പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. മോൻസൺ അറസ്റ്റിലായതോടെ വീട് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലായിരുന്നു. പുരാവസ്തു മ്യൂസിയം കണക്കെ മാറ്റിയ മോൻസന്റെ കലൂരിലെ വാടക വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എടുക്കാൻ ഹൈക്കോടതിയുടെ അനുമതിയുണ്ടായിരുന്നു. പിന്നാലെ വസ്തുക്കൾ തിട്ടപ്പെടുത്താൻ ഒരു ദിവസത്തെ പരോളിൽ ഇറങ്ങി മോൻസൺ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിയുന്നത്. വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. CCTV പൊളിച്ചു മാറ്റിയ നിലയിലായിരുന്നു. വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയെന്ന മോൻസന്റെ പരാതിയിൽ നോർത്ത് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന സ്വർണം പൊതിഞ്ഞ ഖുറാൻ, വാച്ചുകൾ, മോതിരം തുടങ്ങി ഏകദേശം 20 കോടിയോളം വില വരുന്ന പുരാവസ്തുക്കളിൽ പലതും മോഷണം പോയതായി മോൻസന്റെ അഭിഭാഷകൻ MG ശ്രീജിത്ത് 2 ആഴ്ച മുൻപ് കോടതിയിൽ നിന്ന് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ വന്ന് പരിശോധിച്ച സമയത്ത് വീടിന് കേടുപാടുകൾ ഉണ്ടായിരുന്നില്ലെന്നും അഭിഭാഷകൻ പറയുന്നു. ഇത് 2ാം തവണയാണ് ഇവിടെ മോഷണം നടക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മോൻസന്റെ വീടും സാധനങ്ങളും പരാതിയെ തുടർന്ന് ഉടമസ്ഥർക്ക് നൽകിയിരുന്നു. സംഭവത്തിൽ ഉടമസ്ഥരും അഭിഭാഷകനും പോലീസിലും മോൻസൺ ജയിൽ സൂപ്രണ്ടിനും പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്.